ഈ പോകുന്ന അദ്ദേഹം ആണ്. അയിരൂർ പുതിയകാവ് ദേവീക്ഷേത്രത്തിലേക്ക് നടന്നു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹം ഒരു വയോധികനാണ്. അദ്ദേഹം വഴിയിൽ ഞാൻ വെറുതെ നടക്കാനിറങ്ങിയപ്പോൾ കണ്ടുമുട്ടിയതാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ കുറച്ച് പൂവും പഴവും ഒരു ബാഗും ഒക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം നടന്നു പോകുന്ന മറ്റേ ഞാൻ നിർത്തിട്ട് ചോദിച്ചു എവിടെ പോവാണ്. അപ്പോൾ പറഞ്ഞു ശബരിമലയ്ക്ക് പോകാമെന്ന് വിചാരിച്ചാൽ ഞാൻ സ്വാഭാവികമായിട്ട് നടന്നു പോകുന്നവർ ധാരാളമുണ്ട്. ഇത് പുതിയകാവെന്ന് പറയുന്നത് ചെറുപ്പുഴ കൺവെൻഷൻ നടക്കുന്ന സ്ഥലത്തിനടുത്ത് തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇല്ല ഞാനിപ്പോൾ പോകാറില്ല, വളരെ വർഷങ്ങൾ പോയിട്ടുണ്ട്, ഇപ്പോൾ പുതിയകാവ് ദേവീക്ഷേത്രത്തിലോട്ട് പോകാമെന്ന് പറഞ്ഞു. ഇപ്പോൾ കാൽനടയായാണ് അദ്ദേഹം പോകുന്നത്. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് എന്നോട് ഒരു 10 രൂപ ചോദിച്ചു. അദ്ദേഹത്തിന് പണം ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ അപ്പം എൻ്റെ കയ്യിൽ അത് കൊടുക്കാനില്ലായിരുന്നു, കാരണം ഞാൻ നടക്കാനിറങ്ങിയതാണ് വെറുതെ. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് യാത്രയാക്കി. അദ്ദേഹത്തിൻ്റെ പേര് രവീന്ദ്രസ്വാമി എന്നാണ്. അദ്ദേഹം വളരെ വർഷങ്ങൾ എന്തായാലും ഞാൻ അദ്ദേഹത്തിൻ്റെ മുഖം ഇവിടെ കാണിക്കുവാനോ അവതരിപ്പിക്കാനോ ഉദ്ദേശിക്കുന്നില്ല, കാരണം അദ്ദേഹത്തിൻ്റെ വീട്ടുകാരൊക്കെ അടുത്ത സ്ഥലത്താണ്, ഇവിടെ അടുത്ത സ്ഥലത്തും തന്നെയാണ് അദ്ദേഹം വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. കാരണം തിരുവാഭരണ ഘോഷയാത്ര ഇപ്പോൾ തിരുവാഭരണം ചാനുള്ള ആ ഒരു ഘോഷയാത്രയോടുകൂടി ഇവിടെ കടന്നു വന്ന് ഇവിടെ ഒരു ദിവസം വയ്ക്കുന്ന പതിവുണ്ടല്ലോ എല്ലാ വർഷവും ദേവീ ക്ഷേത്രത്തിൽ. എന്തായാലും അയ്യപ്പസ്വാമിയുടെയും ദേവിയുടെയും കനിവുണ്ടാകട്ടെ, അദ്ദേഹത്തിന് നന്മകൾ വരട്ടെ. ഞാൻ ജയപ്രകാശ്, മൂക്കന് അതായത് ജന്മഭൂമി ന്യൂസ് പേപ്പറിന് വേണ്ടി പ്രാദേശിക ലേഖകൻ. ഇതാണ് അയിരൂർ പുതിയകാവ് ദേവീക്ഷേത്രം. ഇതിൻ്റെ പടിഞ്ഞാറേ നടയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഈ പടിഞ്ഞാറേ നടയിലാണ്. ഇതാ അദ്ദേഹവും നടന്നു പോകുന്നുണ്ട് അവിടേക്ക്. അപ്പോൾ എല്ലാ ഭക്തജനങ്ങൾക്കും ദേവി കടാക്ഷം ഉണ്ടാകട്ടെ. ഒപ്പം അയ്യപ്പസ്വാമിയുടെ ഈ പുതിയകാവ് ദേവീക്ഷേത്രത്തിൻ്റെ പരിസരം ഇവിടെ ഇങ്ങനെ പുതിയ കെട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. ഇത് പാർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കിയതാണെന്ന് അറിയുന്നു. അങ്ങനെ എല്ലാ വിപുലമായ സജ്ജീകരണങ്ങളും ഇവിടെ നടത്തിയിട്ടുണ്ട്. തിരുവാഭരണ ഘോഷയാത്ര കടന്നു വരുന്ന സമയത്ത് ഇവിടെ ഭക്തജന തിരക്ക് നന്നായിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഇവിടെ കെട്ടി ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം ഇവിടെ പമ്പയാറിൻ്റെ സാമീപ്യം അത് വളരെ വളരെ പ്രാധാന്യമർഹിക്കുന്നതാണല്ലോ. ശബരിമലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന പമ്പയാറ് ഒഴുകി വരുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ മുളങ്കൂട്ടങ്ങളൊക്കെ പ്രകൃതിയുടെ ഒരു പ്രത്യേക തീരങ്ങളിപ്പം പ്രത്യേകിച്ച് നദീതീരങ്ങളിലൊക്കെ നമ്മൾ കാണാറുള്ളത്. അപ്പോൾ എന്തായാലും ഈ വാർത്താശകലം വിളിച്ചൊരുക്കുകയാണ്. ഞാൻ ജയപ്രകാശ് ശ്രീവിനായകം, മൂക്കന്നൂരിൽ നിന്ന് പുതിയകാവ് ക്ഷേത്രത്തിനടുത്ത് നിന്ന്. ഈ പള്ളിയോടം നിങ്ങൾക്ക് കാണാം, കൊറ്റാത്തൂർ കൈതക്കൊടി പള്ളിയോടമാണ്. ഈ വർഷത്തെ A ഗ്രേഡ് വള്ളങ്ങളുടെ വിഭാഗത്തിൽ ആറന്മുള ഉത്രട്ടാതി വള്ളംകളിക്ക് ട്രോഫി നേടിയ വള്ളമാണ് ഇവിടെ അങ്ങനെ കിടക്കുന്നത്. നന്ദി, വീണ്ടും കാണാം. വീണ്ടും കാണാം. ഇനി ഈ പുതിയകാവ് ക്ഷേത്രത്തിലെ തിരുവാഭരണ ഘോഷയാത്ര കടന്നു വന്ന് ഇവിടെ ഭക്തജനങ്ങൾ കൂടി പ്രാർത്ഥന നിരതരാകുന്ന കാഴ്ച വീണ്ടും വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.